അമ്മയെ എന്നെ ക്യാൻഡെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. ക്യാൻഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് തന്നെയാണ് ഞാൻ വിളിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഹാന കൃഷ്ണ അവരുടെ ഫാമിലിയിനകത്ത് നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ ഈ പറയുന്ന തന്വി എന്ന് പറയുന്ന കുട്ടി അഹാനയുടെ കസിനാണ്. അഹാനയുടെ കസിൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന അമ്മൂമ്മേനെ നോക്കാൻ ആരുമില്ല, നാട്ടിലോട്ട് വരികയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഈ പറയുന്ന സിന്ധു കൃഷ്ണയ്ക്കെതിരെയാണ് ആ ഒരു ഫയർ എന്ന് വീണത്. അപ്പോൾ അവർ അതിനെതിരെ ഒരു അഹാന കൃഷ്ണ അതിന് റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അമ്മൂമ്മ ഭയങ്കര മോശമാണ്, അമ്മൂമ്മ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ മിണ്ടാത്തത്. ഒരുപാട് പേര് അവർ നിർത്തി ഹോം നേഴ്സിനെയൊക്കെ, പക്ഷെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവരും ഒരുപാട് രീതിയിൽ അവരെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാരണം അഹാന ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമ്മൂമ്മേനെ കുറിച്ചാണ്. ഈ അമ്മൂമ്മ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണെന്നുള്ള രീതിയിലാണ് അഹാന പറഞ്ഞത്. സോ അഹാന അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയത്, ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ കണ്ടൊരു സാധനമാണ്. ഈ അമ്മൂമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഈ പറയുന്ന വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. തന്വി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്വി അവരെ അടച്ചാക്ഷേപിച്ചതൊന്നും അല്ല, അവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മൂമ്മയ്ക്ക് പുള്ളിക്കാരിയായിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് തിരിച്ചു വാ മക്കളെ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് തന്വി പറയുന്നത്. സോ തന്വി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മൂമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയുന്നുണ്ട്. ഇപ്പോൾ ആ അഹാനയുടെ വീഡിയോയിൽ അഹാന പറയുന്ന കുറേ കാര്യങ്ങളെല്ലാം തന്വി അമ്മൂമ്മയായിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിന്റെ അപ്പൂ അതിനെ നോക്കി അതിന്റെ അപ്പനെ പറഞ്ഞു, മക്കളെ നീ വാ, ഞങ്ങൾ രണ്ടുപേരും നോക്കാം, നീ വാ. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എന്റെ ഒരു കാര്യം നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു പിന്നെ 2-3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം. അതൊക്കെ ഒരു സ്വഭാവം ഞാൻ പറയും. ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ സഹിച്ചിരിക്കുന്നൊന്നുമില്ല. ചിലർ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്രായം കൂടുമ്പോഴത്തേക്ക് ആ ഒരു നേച്ചർ കൂടുതൽ വരത്തുള്ളൂ. ഇല്ല, അമ്മൂമ്മേനെ പറയാൻ അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മ തന്നെ എടി അവളെ എവിടെയെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മ തന്നെ എനിക്ക് പിന്നെ എനിക്ക് ഓട്ടിയും കൺസീകരെ പറഞ്ഞത് അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ എല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള മാർഗങ്ങൾ ഞാൻ കാര്യം പുള്ളിക്കാരി വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പൂപ്പൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ലേഡി വീഡിയോയിൽ തന്നെ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അമ്മൂമ്മയും പറയുന്നത് അതുപോലെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ അഹാനയുടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അങ്ങനെ ആണെങ്കിൽ എല്ലാവരുമായിട്ടും അങ്ങനെ ആവണ്ടേ, ആ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടും അങ്ങനെ ആവണം. പക്ഷെ ഇതായിരിക്കും അഹാനായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ. അഹാന എടി പൊടി എന്നൊക്കെയാണ് അമ്മൂമ്മേനെ വിളിക്കണമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയും പ്രായമുള്ള അമ്മൂമ്മനെ നീ എന്നൊക്കെ വിളിച്ചാണ് അഹാന സംസാരിക്കുന്നത്. ചിലപ്പോ അത് ഇവര് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചയക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. ആ പാട്ട് പ്ലേ ചെയ്യുന്നില്ല. പാട്ട് എന്താണെന്ന് അറിയാൻ വൈകി ആഹാരം പറഞ്ഞ അതങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സത്യം നല്ല കാര്യമാണ് കേട്ടോ. ബിക്കോസ് വെറുതെ എന്തിനാ നാട്ടുകാരെ അറിയിച്ചതാക്കുന്നത്. അല്ല, ഇപ്പൊ ആൾക്കാർ എന്തായാലും അറിഞ്ഞു, കുറെ പേരെന്തായാലും അറിഞ്ഞെന്നല്ല അവര് വോയിസ് പുറത്തു വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തന്നെ പാടിയ പാട്ടാണോ, ഇനി അവര് പാടി എന്തെങ്കിലും തെറിപ്പാട്ട് വല്ലതും ആണോ എന്ന് അറിയത്തില്ല. ഇന്ന് ഇനി എന്ത് വരുന്നത്, എന്തോ ഒരു ഇനി മുതൽ എൻ്റെ അമ്മുമ്മ എൻ്റെ അപ്പച്ചി. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അമ്മു ഇങ്ങോട്ട് അയച്ചതാ. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അവരെ അയക്കുന്നതിന് അവരൊരു ഓണി അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അത് ശരിയാട്ടോ, പ്രായമുള്ള ആൾക്കാരല്ലേ, അവർക്ക് അറിയണമെന്നില്ല. ഇതാകുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൂഫായിട്ട് കിടക്കത്തുമില്ലല്ലോ. പിന്നെ ഈ അമ്മൂമ്മയൊന്നും ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വരുമെന്നൊന്നും ചിലപ്പോൾ അന്ന് വിചാരിക്കണമെന്നില്ല. അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല.
അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാം അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ കറി വിളിക്കാൻ പോയി. അങ്ങനെയാണ് ഞാൻ അമ്മ കറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയില്ല. പക്ഷേ എന്നെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചത് കറി വന്നതുകൊണ്ടാണ് ഞാൻ കറി വന്നത്. ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്നത് അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല, അത് അപ്പൂപ്പന് മൂക്കിൽ രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ എനിക്ക് അറിയത്തില്ല. ആ മൂക്കിന് രക്തം വന്നതൊക്കെ വെറുതെ ചുമ്മാ വേണം. മുഖങ്ങൾ മൂന്ന് രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കിനോട് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ ഹോംനേഴ്സിനെ വെളി നിർത്തിയതാ. തെളിവുകൊണ്ട് പോയ ഹോംനേഴ്സിന്, കാരണം ഏത് ഹോംനേഴ്സ് ഇവിടെ വന്നാലും ഹോംനേഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചൊക്കെ പറഞ്ഞോളൂ. കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്ന ഞാനാണ്. ആ സ്ത്രീയെ ശരിയാണ്. അപ്പൊ ഇവര് പറയണതിൽ കുറച്ച് കാര്യമുണ്ട്. കാര്യം അവരുമായിട്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അഹനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അവരാണ് ഹോംനേഴ്സിനെ വെക്കുന്നത്. അപ്പൊ ഹോംനേഴ്സിനെ വെക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അടുത്ത് പറയണം അവിടെ ഒരു മെന്റൽ ഇതുള്ള സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ആൾക്കാരെല്ലാരും ആ രീതിയിലേ ഇവരെ നോക്കുള്ളൂ. ഇവര് പറയണ ഒന്നും കേൾക്കത്തില്ല. അപ്പൊ ഇവര് തന്നെയാണ് അവിടുത്തെ മെയിൻ ഒരു സ്ത്രീ തന്നെയാണ്. മേ ബി അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പ്രീവിയസ്ലി സംഭവിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ പറഞ്ഞു വെച്ചത്. കാരണം അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി കുറച്ച് ടെററാണ്. ടെറർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു വെച്ചത്. കാരണം അങ്ങനെ പറയുമ്പോ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. അല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ വരുന്ന ആൾക്കാരെല്ലാരും വിചാരിക്കും ഇവർക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ട്, ഇവരെന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യം വരും. കാര്യം ഇവരുടെ സ്വഭാവം തന്നെ കുറച്ച് ടെററാണെന്നുള്ള കാര്യം നമുക്ക് കാണണം. അതെ അതെ. അവൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ആർക്കും ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ എല്ലാവരെ വിളിച്ച് ഞാൻ ആകെ വിളിക്കുന്നത് എന്റെ 2 നാത്തൂന്മാരുള്ള അവരെ. അപ്പൊ വരുന്ന ഈ പറയുന്ന ഹോംനേഴ്സുമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവാനുള്ള സ്കോപ്പ് കൂടും. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 പേര് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ 20 പേര് വന്ന് പോകാനുള്ള കാരണം ഉണ്ടാക്കിയത് അവർ തന്നെ അല്ലേ? മര്യാദയ്ക്ക് ഒരാളെ വെച്ചിട്ട് നിങ്ങൾ അവർ നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മര്യാദയ്ക്ക് പോയത്. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഇട്ട് കൊടുത്തതും അവര് തന്നെയാണ്, അഹാനയുടെ ഫാമിലി തന്നെയാണ്. അവരെ വിളിച്ചാൽ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എന്റെ ഭർത്താവ് പോയിട്ട് എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോട്ടോ ചെയ്യാൻ ആരുമില്ല. സെതു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എന്റെ ഇളയമോട് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എന്റെ ചെറിയ വീട് വിട്ടു കൊടുത്ത് സിമിക്ക് വേണ്ടി. അത് പോയി സിമി എന്ന് പറയുമ്പോൾ തന്മയുടെ അമ്മയാണെന്ന്. അവര് പറയുന്നത് അമ്മ പറയുന്നത് ചിന്നമ്മ നാണല്ലോ അമ്മ ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും ഒരാൾ കല്യാണം കഴിച്ചെന്ന് കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് അമ്മയും അമ്മുമായിട്ട് വഴക്കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും വന്നോ സിനിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അവരൊക്കെ അപ്പൊ ചിന്നമ്മയെ കുറിച്ച് അമ്മു തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മുമ്മ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അമ്മു പലപ്പോഴും പല സ്റ്റാൻഡാണ് എടുക്കണമെന്നാണ് ഇവരുടെ ഫാമിലിയുടെ അകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മു ഇത് എനിക്ക് തോന്നുന്നു ഷി വാസ് ലൈക്ക് ട്രൈങ് ടു സോൾവ് എവറിത്തിങ്. ആ രീതിയിൽ പറഞ്ഞിട്ട് പതുക്കെ ഇതങ്ങ് സോൾവ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വെച്ചത്, ഇങ്ങനെ പറഞ്ഞു നിർത്താന്നുള്ള രീതിയിൽ. പക്ഷെ അവരെ ഭാഗം മാത്രം എല്ലാം ക്ലിയർ ചെയ്തിട്ടു. പക്ഷെ അവരെ നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി വന്നപ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞത്. അവരെ ഈ പറഞ്ഞ തന്മയാണെങ്കിലും അഹാനേനെ എടുത്ത് പറഞ്ഞിട്ട് ഇവരാരും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. ഇപ്പൊ തന്മയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലേ ഈ അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും കൂടെ വളർന്നതാണ് തന്മി. അപ്പൊ തന്മീനെ സംബന്ധിച്ചിടത്തോളം അമ്മൂമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ എനിക്കിവിടെ ആരുമില്ല, മക്കളിങ്ങ് വാന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുണ്ട്. കാര്യം 1 വർഷം മുമ്പുള്ള വീഡിയോസിലൊക്കെ തന്മി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് റീലിൽ അമ്മയ്ക്ക് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ തന്മി എന്നൊക്കെ പറഞ്ഞിട്ട് തന്മീനെ മോനാണെന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ തന്മിയും ഈ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട്. അപ്പം മറ്റവരായിട്ട് ആ ഒരു ബോണ്ടിങ് ഇല്ല. ചിലപ്പോ ഇവര് ഒരുമിച്ച് ഇവിടെ വളർന്നുകൊണ്ടൊക്കെയാവാം. അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അറിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അതെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവ് നല്ല അടികൂടി നാട്ടുകാർക്ക് അടികൂടി പിടികൂടി പലത് ചെയ്താൽ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം ഒന്നിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം. കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ അടിയാവും വഴക്കാവും, അത് സോൾവ് ആവും. അതൊക്കെ സർവ്വസാധാരണമാണ്. അത് പിന്നെ മക്കളും അതേപോലെ തന്നെ അച്ഛനമ്മമാരും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനും എന്റെ ഭർത്താവ് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് പറഞ്ഞോളൂ. അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞില്ലേ എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തത്, അപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു ചെയ്തതെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ
ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവൻ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അമ്മൂമ്മന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറയുന്നത് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയാറുണ്ട്. അതൊക്കെ എന്തിനാണ് ചെയ്യരുത്. പറഞ്ഞവരെ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വാങ്ങിച്ച് കൊടുക്കണ്ട അല്ലേ, നിങ്ങൾ കൊടുക്കണ്ടായിരുന്നു. എന്തിനാ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങട്ടെ എന്ന് കരുതി അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ അപ്പൂപ്പ മാത്രം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ രണ്ടുപേരുടെ ആയിരിക്കും അത് കഴിയുന്നത്. അപ്പൊ അതിനിടയിൽ വേറൊരാളെടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് വെറും മോശ പരിപാടിയാണ്. അഹാനയൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിലിറ്റി ഉള്ള ആളാണ്, അത്രയും വ്യൂവർ ഓഡിയൻസ് ഉള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിന്ന് ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇതൊക്കെ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അത് എല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ എല്ലാം അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നു. അവർക്ക് എത്ര എനിക്ക് തരാതെ ഒരു സാധനം അവർ കഴിക്കില്ല. പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറയാ, കല്യാണത്തിന്റെ കാര്യം എന്താ പറയാ, കല്യാണം ഇവിടെ ലാസ്റ്റ് അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു മുഖമൊന്നും ആയിരിക്കില്ലല്ലേ റിയലില്. അല്ല ഇപ്പം ഈ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങറ്റം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ടാവും. അതിന്റെ ഒക്കെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ വ്ളോഗിലൊക്കെ കാണുന്നു. പക്ഷെ അഹാന പറഞ്ഞിട്ടുണ്ട് വ്ളോഗിലൊക്കെ കാണുന്നുണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര നല്ല ടൈംസിലൊന്നും അല്ലാതെ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവർ പ്രായമുള്ള ആൾക്കാരല്ലേ, അഹാനയ്ക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അഹാന. അപ്പൊ എന്തിനാണ് വെറുതെ ഇവരായിട്ട് അങ്ങനെ വെറുതെ സംസാരിക്കാൻ വേണ്ട ആവശ്യം എന്താണ്? ഓക്കെ, അവരങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഓക്കെ വരുമ്പോ വിളിക്കുന്നത് മേ ബി അമ്മൂനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അതിനകത്ത് ഇടപെട്ട് ഇതാക്കുന്നത്. സിന്ധുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അഹാനയുടെ അമ്മേനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോ പോലീസ് വിളിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ എന്റെ നേരത്തെ തൊട്ടാണ് ഞാൻ പോലീസ് വിളിക്കുന്നത്. കാരണം ആദ്യമാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് പറയണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് പറയുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേർ, അവരിലേക്ക് ഇഷാനിയും ഹസിനെയും ഓസിയൊക്കെ വേറെ ആരോടെ യാതൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എന്റെ കാലിൽ നിന്ന് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എന്റെ കല്യാണത്തിന് നീ വരി ചെയ്യരുത്, അത് പറയാൻ വേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. എന്തോ അല്ലേ, അങ്ങനൊന്നും പറയരുത്. അല്ല നിങ്ങൾ വിളിക്കണ്ടെന്നല്ലേ ഉള്ളൂ. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട. 75 വയസ്സായി എനിക്ക് നീ എന്തോന്ന് കല്യാണത്തിന് കൂടാൻ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല. പക്ഷെ ഇങ്ങനെ പ്രായമുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സന്തോഷം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ കല്യാണങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും അതൊക്കെ സോൾവ് ചെയ്തിട്ട് ഇതാക്കുക. അല്ലാണ്ട് ഈ പറഞ്ഞ 75 വയസ്സൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എത്ര നാളുകൂടെ ബാക്കിയുണ്ട്. അപ്പൊ നമ്മളായിരിക്കും ക്ഷമിക്കേണ്ടത്. പിന്നെ അമ്മ എന്നോട് വിളിച്ചു പറയാൻ അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ കല്യാണത്തിന്റെ അന്ന് പിന്നെ ഒരു അസ്ഥി കൊടുക്കാൻ പോകുമ്പോഴും ഞാൻ പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനും കൂടെ വേണമെന്ന് പറയും. അപ്പൊ എനിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് ചെയ്യുന്നതിന് മുമ്പ് സിന്ധു പോയി എന്റെ തുണികളിടുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ വിലയില്ല, ഇത് എന്റെ ചുരിദാർ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവൾ എപ്പോഴും എനിക്ക് തന്നതാണ്. അവള് തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ വെക്കാറില്ല, എനിക്ക് ചുരിദാർ വെച്ചാലും ആരില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷെ എനിക്ക് തന്ന തുണികൾ മരിച്ച് 4 അവൾ ആ തുണിയെ തിരിച്ചെടുത്തു. എന്റെ മോള് അവർ തിരിച്ചെടുത്തു എനിക്ക് തന്നത് വളരെ എടുക്കല്ലേടാ, നീ തന്നത് എടുക്കലെന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെയാണ് നിങ്ങളെ തുണിയുടെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂക്ക് കേൾക്കാനുള്ള കുറെ തുണികളെല്ലാം കൂടെ ഓൺലൈൻ കേക്ക് കൊടുത്ത് തേക്കാൻ കൊടുത്തേച്ച് ആ തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പൊ ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. അതെല്ലാം ഓൺലൈൻ പയ്യനെ വിളിക്കാൻ ചോദിച്ചിട്ട് അന്ന് ഞാൻ 10 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നെ ആ ഒരു തുണി ഇവിടെ എത്തിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് എനിക്ക് അറിയാനാണ് അത് കൊണ്ടുകൊടുത്തില്ല. തുണി എനിക്ക് തിരിച്ചിട്ടില്ല. കാരണം അന്നാച്ച് തുണി വെച്ചാൽ ഇവിടെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുത്തെ വീട്ടിലാണ് കൊടുക്കുന്നത്. അതെടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലാത്തത് ഞാൻ ചോദിച്ചില്ല. ഇവരായിട്ട് പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ മുമ്പ് വാങ്ങിച്ചു കൊടുത്ത തുണിയെല്ലാം കൂടെയൊക്കെ തിരിച്ചങ്ങ് എടുത്ത് കേട്ടോ. പക്ഷെ എന്നാലും ഇതൊക്കെ മോശമായി പോയി. ഇപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതില് വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ കിടപ്പണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവരെ സൈഡില് പ്രശ്നങ്ങളുണ്ട്, ഇവര് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഓക്കെ. ഇവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, ഉറപ്പാണ്. പ്രോബ്ലമാറ്റിക്
അയക്കുന്നല്ല ആണ് മേ ബി പ്രീവിയസ്ലും നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പം നമ്മളിപ്പം അല്ലാതെ സംസാരിക്കുമ്പോൾ അത് പുറത്ത് വരത്തില്ലല്ലോ. അല്ല പക്ഷെ അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാം മറച്ചു വെച്ചിട്ട് ഇവരെ മാത്രം ബ്ലെയിം ചെയ്യുന്ന രീതിയിലായിട്ടത്. അല്ല, ഈ പുള്ളിക്കാരി പൊതുവെ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അഹാന പറഞ്ഞു വെച്ചത്. എന്തായാലും നോക്കൂ, ബാക്കി കഴിയുക. എപ്പോഴും ഞാൻ നമ്മുടെ കൂടി 3-4 തുണി വാങ്ങിച്ചാൽ തുണിയെല്ലാം ഉണ്ടായിരുന്നതെല്ലാം അവളെ തിരിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ അതിന് തുണി എടുക്കേണ്ടി വന്നു. കുറിച്ച് വന്നിട്ട് പറഞ്ഞ പോയി തുണിയിലേക്ക് ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോയി 5 പിള്ളേരുടെ തുണി വാങ്ങിച്ച് അവൾ കഴിക്കാൻ കൊടുത്തിരിക്കുന്നു. എനിക്ക് തുണിയില്ലെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ എന്റെ മോൻ എന്നോട് കാണിച്ചത്. എന്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ശത്രു ഞാൻ ഡാഡിയെ ഇങ്ങനെയൊക്കെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. ആ സ്ത്രീയൊക്കെ ശത്രാ വയ്യാതെ ഡാഡി, ആ സ്ത്രീ ചാവയില്ലേ ഞാൻ എപ്പോഴും പറയുന്നത്. അവൾ എന്നോട് പറയേ ഒരു മോള് പറയണ ഇതാണ് എന്റെ മോള് പറയുന്നത്. അവരെന്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവൾ. അവരെ പിന്നെ മിണ്ടാതെ നിന്നത് അവരെ ആശുപത്രി കൊണ്ടുപോയി ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതെ. വീട്ടിൽ ആര് കാര്യം വന്നാലും അവരോടൊക്കെ പറയുന്നത് ഈ കോൺഗ്രസിന് നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോളെ നോക്കിയെങ്കിലും മറ്റൊക്കെയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്ക് മരുന്ന് വാങ്ങി തരുന്നത് ഞാൻ കൊടുത്ത അവർ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷുകാരായി നടക്കില്ല. എന്നെ ഇംഗ്ലീഷുകാരായത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ട് സ്കൂളിലാക്കി പഠിപ്പിച്ചവരെല്ലാം അവർക്ക് ഇംഗ്ലീഷുകാരായി ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ മാറില്ല എന്ന് പറയുന്നത് അമ്മയുടെ ചെലവിന് പറഞ്ഞു തരുന്നതാണ്. കരഞ്ഞാൽ അവർ പറയും അവിടെ കാണുന്നു, നമുക്കറിയാതെ സംസാരിക്കും. അതുപോലെ കാല് ഇല്ലാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം ഇല്ല. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലില്ല. മല്ലിക സുകുമാരൻ്റെ ഒരു കാട്ടുണ്ടല്ലേ അല്ലേ? അത് ശരിയാ, അവരൊക്കെ ഈ പറയുന്ന ഒരു 10-12 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാശ് പോലെയല്ലേ ഉള്ളു. അവർക്ക് കൊടുത്തൂടെ? അമ്മയല്ലേ, സ്വന്തം അമ്മയല്ലേ. അതാ, നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ, ആർക്കും നോക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ രണ്ടുകൂടെ പൈസ ഇട്ടിട്ട് ഒരു ഹോം നേഴ്സ് വെച്ച് കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ അഹാന പറഞ്ഞാല് ഒരു ഹോം നേഴ്സ് നിൽക്കുന്നില്ല ഇവർ സ്വഭാവം കാരണം. അല്ല, ഹോം നേഴ്സിന് അഹാന പറഞ്ഞതിന്റെ മെയിൻ കാരണം വെച്ചാൽ അവിടെ നിന്ന് ഈ പറയണ ഇവർക്ക് വട്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറഞ്ഞാണ് വിടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നം കാണുന്നത്. അല്ലാതെ നിങ്ങൾ രണ്ടുകൂടെ ചേർന്നിട്ട് ഒരു നല്ല ഹോം നേഴ്സിനെ വെച്ചിട്ട് ഇതേപോലെ ഒന്നും പറയാതെ വിടുക. അത് തന്നെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. കാര്യം നിങ്ങൾ ഈ പറയുന്ന ഇതേപോലത്തെ വലിയ സ്കൂളിലൊക്കെ നിർത്തി അവർ പഠിപ്പിച്ച് വലുതാക്കി ഇത്രയും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള കാപ്പബിലിറ്റി ആക്കി തന്നതല്ലേ അവർ രണ്ടുപേരുടെ അല്ലേ അത് ചെയ്തു തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും അതേപോലെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. മക്കളല്ലേ ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇതിനെ പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ല. എനിക്ക് ഇപ്പോഴും അത് സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഞാൻ ഒന്നാമതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനെ കിടന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടുന്നത്. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഓൾറെഡി വരായിരുന്നത്. കാരണം ഏത് സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ല. പിന്നെ രണ്ട് കാര്യം വെച്ച് ഇവരാണെങ്കിൽ ലാംഗ്വേജ് പ്രശ്നമാണ്. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കും. ഇപ്പോൾ കുറച്ച് മലയാളം കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്തു. അതേ ഉള്ളൂ. ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഈ ഒരു കേസ് കൊണ്ടാണ് പുള്ളിക്കാരി വന്നത്. പിന്നെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഹാന ആൻഡ് ഈ പറയുന്ന പുള്ളിക്കാരിയുടെ അമ്മ ഇവരൊക്കെ നല്ല പൊസിഷനിലാണ്, നല്ല ഏൺ ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തൊരു ഹോം നേഴ്സിന് വെച്ച് കൊടുക്കുക. ഇപ്പം പിന്നെ പുള്ളിക്കാരി വന്നിട്ടുണ്ട്. പിന്നെ അവരും അവരുടെ ജോലിയും പരിപാടിയൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക, അതായിരിക്കും. സോ ലൈക്ക് 2 മക്കളുണ്ട്. അപ്പോൾ 2 മക്കളും കുറച്ച് ഇട്ട് അവർക്ക് എന്താന്ന് വെച്ചാൽ കാശൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാശൊക്കെ നല്ല കാശൊക്കെ ഉള്ളവരാ. അപ്പോൾ ഉള്ളെടുത്ത് ഇതൊക്കെ തന്നെ പ്രശ്നം എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. സോ 2 മക്കളും ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ നിങ്ങൾ ബാക്കിയൊന്നും തിരക്കണ്ട, ആരെങ്കിലും നിർത്തി കൊടുക്കുക, കുറച്ച് പൈസ. ചില ആൾക്കാരുണ്ട് അവർ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ടഫാണ്. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഭയങ്കര പാടാണ്, ടഫാണ്, ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതേപോലെ അവരുമായിട്ട് ഒരുപാട് അവരായിട്ട് പ്രകോപിപ്പിക്കാതിരിക്കുക. ഇതേപോലെ ഇപ്പൊ അഹാനയൊക്കെ ചെയ്യണ പോലെ ഇതേപോലെ മെസ്സേജ് അയച്ചോ അതേപോലെ അവരെ വിളിച്ച് ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് അവരങ്ങ് വിടുക.
പിന്നെ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് വല്ലപ്പോഴൊക്കെ പോയിട്ട് അവരെ സംസാരിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ ഓക്കെ ഹാപ്പി ആയിട്ട് നിന്നോളും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അഹാന മാത്രമായിരിക്കും കൂടുതൽ ഇടപെടുന്നത്, ആരും ഇടപെടാന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻവിയുടെ യൂട്യൂബ് എല്ലാം ശരിയാക്കി കൊടുത്തത് ദിയയും അതേപോലെ അശ്വനും കൂടെ ആയിരുന്നു. അത് തൻവി തന്നെ പറയുന്നുണ്ട്, എനിക്ക് എല്ലാം ശരിയാക്കി തന്നത് അവരാണ്, അഹാന അല്ല ഇവരാണ് ശരിയാക്കി കൊടുത്തതെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അഹാനായിട്ട് ബാക്കിയുള്ള പിള്ളേരായിട്ട് ആർക്കും ഈ പറയുന്ന അമ്മൂമ്മയ്ക്കാണെങ്കിലും ഇവർക്കായിരുന്നാലും പ്രശ്നമില്ല. അഹാന മൂത്ത കുട്ടിയാണ്, അപ്പം അമ്മയുടെ കൂടെ ചെന്ന് എപ്പോഴും കാണുക എടുക്കൊക്കെ ചെയ്യുന്നത് അഹാനയായിരിക്കും. പിന്നെ എന്തോ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ തിരിച്ചെടുത്തോണ്ടൊക്കെ പോയത് അതിന് അതിന്റെ കറക്റ്റ് ആണോന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി. നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ചത് മോശമായി പോയി. അവർക്ക് ഇനി എത്ര നാളുണ്ടോ, സോ അത്ര നാളും കൂടെ അങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് വല്ലപ്പോഴൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഇതാക്കുക, നിങ്ങളുടെ അമ്മയല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പറ്റത്തില്ലെങ്കിൽ പൈസ മാത്രം അയച്ചു കൊടുക്കാം. പിന്നെ അവരൊരു ഹോം നേഴ്സിനെ വെച്ചോട്ടെ. ഇപ്പൊ തന്വി ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഫുൾ സോഷ്യൽ മീഡിയ കൂടെ ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയയിൽ കൂടെ വീഡിയോ ഇട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നത്. അല്ലാതെ ഇവര് ഈ പറയുന്ന ഈ വീഡിയോ ഇടുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് ഈ പറയുന്ന വീഡിയോ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പുറത്തായി പബ്ലിക് ആക്കാതെ വീടിനകത്തോ അല്ലെങ്കിൽ ഫാമിലിക്കകത്തോ പറഞ്ഞു തീർക്കാന്നുള്ള കാര്യം ഫാമിലിക്കകത്ത് പറഞ്ഞു തീർക്കാൻ നോക്കുക. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാൻ വിട്ടുപോയി. കാര്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു, ഇപ്പുറത്തിരിക്കുന്ന ചേച്ചി എന്താ വെറുതെ എക്സ്പ്രഷൻ ഇടക്കും മോളെ മാത്രമുള്ള അത് പല്ലുവേദന, എനിക്കും പനി. ഈ വീഡിയോയിലും എത്രത്തോളം ഓഡിയോ ഒക്കെ നല്ല ഓഡിയോ ആണെന്ന് അറിയത്തില്ല. മൈക്ക് ഒക്കെയാണ്, പക്ഷെ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഫാൻ നോയ്സ് ഒക്കെ കാണുമായിരിക്കും. സോ എന്തായാലും നമുക്ക് വയ്യ, അപ്പൊ അതൊക്കെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മളെന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, എല്ലാ കമന്റ്സും കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം വരുത്തുന്നുണ്ട്. സോ എന്തായാലും താങ്ക് യു. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.